ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദി. ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയണം കേട്ടോ. നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ് കേട്ടോ. പക്ഷെ നമ്മൾ അച്ചൂട്ട ഇന്ന് സ്കൂളിലേക്ക് പോണില്ലേ എന്ന് വെച്ചാൽ അവന് പനിയാണ്. നല്ലോണം മാറാണ്ട് പറഞ്ഞയക്കാൻ പറ്റൂലല്ലോ. അന്ന് ആദ്യം മാത്രമേ പോകണുള്ളൂ. അച്ചൂട്ടന് വയ്യാത്തതുകൊണ്ട് തന്നെ ഉറക്കം അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ. ഒരു 4-4.5 മണിക്കൂർ കൂടുമ്പോൾ അലാറം വെച്ച് ഞാൻ എണീക്കുകയാണ്. നനഞ്ഞ തുണിയൊക്കെ എടുത്ത് തുടച്ച് ചൂടൊക്കെ കുറയ്ക്കാനും ഗുളിക കൊടുക്കാനൊക്കെ 4-5 മണിക്കൂർ ആകുമ്പോൾ ഗുളിക കൊടുക്കുകയാണ്. എന്നിട്ടും ആ ഒരു നേരം ആകുമ്പോഴത്തേക്കും നല്ല കട്ട പനി വരണുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ അലാറം അടിച്ചത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്കൂളില്ലാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ടല്ലേ എണീക്കണേ. ആ കാരണം കൊണ്ട് ഇന്ന് നല്ല പണി കിട്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ ആദിക്കിന്ന് ചോറ് കൊടുത്തയക്കാൻ പറ്റിയില്ല കേട്ടോ. ചോറ് വെന്ത് കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവൻ രാവിലെ ദോശയൊക്കെ കഴിച്ച് കുടിച്ച് പുറപ്പെട്ടിട്ട് പൊറാട്ട മേടിക്കാനുള്ള പൈസ ആയിട്ടാണ് പോയിട്ടുള്ളത്. ഉച്ചയ്ക്ക് അത് മേടിച്ച് കഴിച്ചോളാം അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ തൽക്കാലം ഇന്നത്തെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. ഞാനേ ഈടെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ സാധാരണ ഈ ദോശയും ഇഡ്ഡലിയൊക്കെ ചുടുമ്പോൾ പാത്രത്തിൽ നെയ്യ് തടവി കൊടുക്കുമല്ലേ ചിലപ്പോഴൊക്കെ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ നെയ്യ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇഡ്ഡലി തട്ടിലും നമ്മൾ നെയ്യ് തടവി ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്, സ്മെല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്മെല്ല് മാത്രമല്ലാണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റും കൂടി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആ മാവില്ലേ, ആ മാവിൽ ഇത്തിരി നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക. ശരിക്കും നെയ്യ് ഒഴിച്ചിട്ടൂന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിലും എന്തോ ഒരു പ്രത്യേക വല്ലാത്തൊരു ടേസ്റ്റും മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നെയ്യ് ഒട്ടും ഇഷ്ടമല്ലാത്തവർ ഈ ഒരു ടിപ്പ് എടുക്കണ്ട, അത് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. നെയ്യിനോട് ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിട്ടോ. അതിൽ മാത്രമല്ല, അതിലും വലിയൊരു വെറൈറ്റി ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ ചട്നി അരയ്ക്കുമ്പോഴേ ചട്നിയിലും ഇത്തിരി നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ആർക്കും മനസ്സിലാവില്ല നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നുവെച്ചാൽ ചട്നിയൊക്കെ വെന്ത് പാകമായിട്ടാണ് നമ്മൾ നെയ്യ് ഒഴിച്ച് ഇളക്കണത്. വേണേൽ നെയ്യിൽ കടുക് വറുത്തിട്ടാൽ മതി, അതുപോലെ ദോശ ചുട്ടെടുത്താൽ മതി. പക്ഷെ വെറുതെ ആ മാവയിലും ചട്നിയിലും നിങ്ങൾ ഒരു തവണ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കി. എന്താ പറയുക, ഈ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ദോശയും ചട്നിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ പൊന്താറുണ്ട്. അതുപോലെ ചില അമ്പലങ്ങളിലേക്ക് ടിഫൻ കഴിക്കുമ്പോൾ അങ്ങനെ ഫീൽ ആവാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് പറയാണ്ട് ഇങ്ങനെ 1-2-3 തവണയൊക്കെ ടിഫൻ കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ എന്തോ ചെയ്തിട്ടുണ്ട് ഇതിൽ, വേറെ എന്തോ കൂട്ടിയിട്ടുണ്ട്, ടേസ്റ്റ് ഉണ്ട് സംഭവം, എന്താന്ന് പറയുമെന്ന് പറഞ്ഞു. ഇതിൽ ചട്നിയിലും അതുപോലെ മാവയിലും നെയ്യ് ചേർത്തതിൻ്റെ ഒരു മാറ്റം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞപ്പോഴാണ് ഏട്ടനും ഉണ്ണികൾക്കും അത് മനസ്സിലായ കേട്ടോ. ദോശ ഇത്തിരി ഞാൻ ചുട്ടെടുത്തതാണ്. എന്ന് വെച്ചാൽ ചട്നി ആവാൻ കാത്തിക്കുകയാണ് അച്ഛനും മകനും. ഏട്ടന് ഇന്ന് ഇത്തിരി നേരത്തെ ഒരു ഓട്ടം ഉണ്ട്. ആദ്യം അതുപോലെ പോവാൻ ലേറ്റായി അമ്മ എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ആയല്ലോ, ഇനിയിപ്പോൾ ചട്നിയോട് കൂട്ടിക്കഴിഞ്ഞാൽ ഓർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്ക് രണ്ടാക്കും ഓരുടെ പാട്ടിന് പോവാം. അച്ചൂട്ടനൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് വീണ്ടും കോലായത്ത് പോയി കടന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പനി വരുന്നതിൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും ഉണ്ട്. എന്തൊരു പനിയും തലവേദനയാണ് അറിയോ. മേലത്തെ പനി വിട്ടാലും തലയത്തെ ആ ചൂട് മാറുന്നേ ഇല്ല കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഒരു പനിയാണല്ലേ. മാത്രമല്ല 1-2 ദിവസം ഒന്നും പനി ഗുളിക കുടിച്ചാൽ മാറുന്നില്ല. ഏകദേശം ഒരു 5 ദിവസമെങ്കിലും വേണം അത്ര ഈ പനി ഒന്ന് ശമിക്കാനായിട്ട്. അച്ചൂട്ടനാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തേക്ക് 4ാമത്തെ ദിവസമാണ് പനി തുടങ്ങിയിട്ട് കേട്ടോ. ഇനിയും ഭേദമായിട്ടില്ലെങ്കിൽ നാളെ പോയിട്ട് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. വെച്ചിരുന്ന് കഴിഞ്ഞാൽ പേടിയല്ലേ, കുഞ്ഞു കുട്ടികളെ ഈ 5 മണിക്കൂറൊക്കെ കൂടുമ്പോഴത്തേക്കും പാരസിറ്റാമോൾ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോഴേ അതും ഒരു ബുദ്ധിമുട്ടാണ്. ഡോക്ടർ എഴുതി തന്നെ തന്നെയാണ്, പക്ഷേ നമുക്കിപ്പോൾ ഒരു പേടിയില്ലേ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും. രാവിലെ ടിഫിൻ്റെ പണികൾ മാത്രം കഴിഞ്ഞുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചയാകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഓർത്തു. അരി ഞാൻ തിളപ്പിച്ച് തെർമോകുക്കറിൽ വെച്ചിട്ടുണ്ടേ. അതുകൊണ്ട് അത് ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും എടുത്ത് വാർത്താൽ മതിയല്ലോ.
ഇനി കറി ഉണ്ടാക്കണം, അതുപോലെ രണ്ടാമത് എന്തെങ്കിലും ഒരു കൂട്ട് വയ്ക്കണം, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിക്കണം. അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ക്ലീനിങ്ങിലോട്ട് കടന്നതാണ് കേട്ടോ. ആദിത്യന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് മൂപ്പര് രാവിലെ ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ വീട്ടിലുള്ള കാരണം കൊണ്ട്. എനിക്ക് ജോലി ഉണ്ടെങ്കിൽ അവൻ തന്നെ രാവിലെ ക്ലീനിങ് ഒക്കെ ചെയ്യും കേട്ടോ. അടുക്കളയുടെ ഇങ്ങനെ റാക്കും കാര്യങ്ങളും അങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്തു കൊടുത്താൽ മതി. തുടയ്ക്കലും അടുക്കലും പെറുക്കലും ഒക്കെ അവൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം അമ്മ ഇപ്പോൾ വീട്ടിലിരിക്കുന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് മൂപ്പർക്ക് അങ്ങനത്തെ റിസ്കുകളൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണ്, അടുക്കളയിലത്തെ ക്ലീനിങ് ആണ് ഇത്തിരി അപാരം എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ തേച്ച് മിനുക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവും വീതനയും അതുപോലെ നമ്മുടെ വാഷ് ബേസും എല്ലാം ഒന്ന് തേച്ച് മിനുക്കി എടുക്കുകയാണ്. അതുപോലെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് നൈറ്റി നമുക്ക് ഡോൺസ് മാജിക് എന്ന് വന്നതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവരുടെ എല്ലാ ഡ്രസ്സുകളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ വീട്ടിൽ നൈറ്റിയൊക്കെയാണ് ഇടാറ്. അപ്പോൾ അത് താഴെ വരെ വലിപ്പം ഉണ്ടാവുമല്ലോ. എന്നാൽ തന്നെ ഞാൻ മാക്സിയുടെ അടിഭാഗം നല്ലോണം വെട്ടി നമ്മുടെ കാലിൻ്റെ നെരിയാണി വരത്തേക്കൊക്കെ കയറ്റും കേട്ടോ. എല്ലാവരും എന്നെ കാണുമ്പോഴത്തേക്കും എന്താ മാക്സി ഇങ്ങനെ വെട്ടി ഇറക്കിയിട്ടുണ്ട്, വെട്ടി കയറ്റിയണത്. മാക്സി ആകുമ്പോഴത്തേക്കും അതിങ്ങനെ കുറച്ച് കാല് കാണാണ്ട് അല്ലെങ്കിൽ കാലുമ്പോൾ മുട്ടുന്ന മാതിരി ഇറക്കം വേണ്ടേ. അങ്ങനെ വെട്ടുമ്പോൾ എന്തോ മാതിരിയാണ്, ബോറാണ്, വൃത്തികേടാന്നൊക്കെ പറയാറുണ്ട്. ബോറാണെങ്കിലും വൃത്തികേടാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് വീട്ടിലിടണം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചടപട നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ തട്ടിത്തടഞ്ഞ് വീഴും എപ്പോഴും. അതുകൊണ്ട് ഞാൻ മാക്സി ഇങ്ങനെ മുറിച്ചടിക്കുക ചെയ്യുക. വൃത്തികേടാണേലും ശരി, ഞാൻ വീഴരുത്, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം കേട്ടോ. പെട്ടെന്ന് ഓടി നടന്ന് പണികളെടുക്കാൻ പറ്റണം. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഉപകാരപ്രദമായ ഡ്രസ്സാണ് ഡോൺസ് മാജിക്കിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ഫ്രോക്ക് നൈറ്റി കേട്ടോ. എന്ന് വെച്ചാൽ മുട്ടുന്ന ഇറങ്ങി അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാൽ താഴെ വരെ ഇല്ല താനും. നമുക്ക് യൂസ് ആക്കാൻ നല്ല ഒരു ഫ്രോക്ക് നൈറ്റീസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് കുറച്ചും കൂടെ മേടിക്കണം എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് ആണെങ്കിലും നല്ലതാണ്. അതിൻ്റെ അടിച്ച വിധവും ഒക്കെ നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കും. പിന്നെ ഓൾറെഡി ഞാൻ മുന്നേ ഉള്ള ഡോൺസ് മാജിക്കിൻ്റെ ഡ്രസ്സസ് ഇട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റാണ് ഇവരുടെ ഓൾ ഡ്രസ്സസിനും വരുന്നത്. ആകെ 399 രൂപയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോൺസ് മാജിക്കിൻ്റെ ഈ ഫ്രോക്ക് നൈറ്റീസ് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ അവരുടെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇതുമാതിരിയുള്ള ഫ്രോക്കുകളും ടീഷർട്ടും മിഡിയും ഒക്കെ യൂസ് ആക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം ഞാൻ സാധാ നൈറ്റി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പുകൾ അങ്ങനത്തെയൊക്കെ. എന്നാൽ അങ്ങനെയല്ല. പക്ഷെ ആ കാര്യം അറിയാവുന്ന 3 വ്യക്തികളെ ഈ ലോകത്തുള്ളൂ കേട്ടോ. ഒന്നെൻ്റെ കെട്ടിയവനും 2 എൻ്റെ മക്കളും, അത്രയേ ഉള്ളൂ. എൻ്റെ അച്ഛയ്ക്കും അമ്മയ്ക്ക് പോലും അറിയില്ല. കാരണം ഞാൻ വീട്ടിൽ പോയാൽ പോലും അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടൂല. അത് മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ ഓക്കെ അല്ല, അതാണ് മെയിൻ കാര്യം. എവിടെയൊക്കെയോ നമ്മൾ ചിലവരുടെ ബോഡി ഷെയ്മിങ്ങിൽ ഭയങ്കരമായിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർ എന്ത് കരുതും, എന്ത് വിചാരിക്കും എന്ന ചിന്ത അടിങ്ങിക്കൂടി എൻ്റെ ഉള്ളിൽ തേച്ച് മായ്ച്ച് കഴിയാൻ പറ്റാത്ത അത്രയും അപകർഷതാബോധം ഇങ്ങനെ കട്ടയ്ക്ക് അടിഞ്ഞു പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്ന് പറഞ്ഞാൽ അതെന്താണ്ടാവുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ശരിക്കും എന്നെ പോലെയുള്ള ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്ക് തിന്നാൻ തരുന്ന, എന്നെ നോക്കുന്ന എൻ്റെ കെട്ടിയവനും എൻ്റെ ഇടവും വലവും സപ്പോർട്ടായി നിൽക്കുന്ന എൻ്റെ 2 മക്കൾക്കും ഞാൻ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇടുന്ന ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഇടുക, അമ്മ എന്തിനാ മറ്റുള്ളവരെ നോക്കണേ എന്നാണ് അവർ ചോദിക്കാറ്. ഏട്ടനാണെങ്കിലും അതെ, അതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ ഇടി, പറയണവർ പറയട്ടെ, ഈ ഇട്ടോ എന്ന് തന്നെയാണ് തുടക്കം മുതൽ ഈ ഒരു കാലം വരത്തേക്കും എൻ്റെ ലൈഫിൽ ഇവർ 3 പേരും പറയുന്നത്. പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാമല്ലോ. പക്ഷെ ഇപ്പോഴൊക്കെ എൻ്റെ സെയിം ഏജ് ഉള്ളവരും എന്നെക്കാളും ഏജുള്ളവരൊക്കെ ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് വ്ളോഗൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടാണ് അത്. പുറത്തൊരാൾ കണ്ടാൽ കുഴപ്പമില്ല, മറ്റുള്ളവർ എന്ത് വേണേൽ പറഞ്ഞോട്ടെ എന്നുള്ളൊരു ധൈര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കൂടെ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ടീഷർട്ടും വീഡിയോ ഒക്കെ ഇട്ടിട്ട്, മുന്നെയൊക്കെ ടീഷർട്ടും വീഡിയോ ഇടുന്നത് ഒരു 9-9:30 മണിക്ക് മേലെഴുകൽ കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന സമയത്താണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഒരു വിളക്കൊത്തിക്കാട്ടുന്ന നേരത്തോടു കൂടി തന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ തുടങ്ങി. ഇപ്പോൾ ഒക്കെ പകലും ഇതുപോലെയുള്ള ഫ്രോക്കുകൾ ഇടാൻ തുടങ്ങി. അതൊരു മാറ്റമാണ്. ആ മാറ്റം എനിക്കുണ്ടായത് ഞാൻ ഈ വ്ളോഗുകൾ കണ്ട് തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന കുറേ പേര്, എന്നെക്കാൾ ഏജുള്ളവരും ഏജില്ലാത്തവരും ഒക്കെ ഇങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഞാൻ എന്തിനാ ഇങ്ങനെ ആരെയാ പേടിക്കണേ, അങ്ങനെയൊക്കെയുള്ള ധൈര്യം എനിക്കിപ്പോഴാണ് വന്നിട്ടുള്ളത്.
എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തവും ബന്ധവും അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇപ്പോഴും ഇടുമോ, ഓ ഈ പ്രായത്തിൽ ആവേശം കെട്ട് എന്നുള്ള. അതുപോലെ തന്നെ എനിക്കിത് മാച്ചല്ല, ഞാൻ ഇത്തിരി ഉണ്ട ടൈപ്പാണ്, ഹൈറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബോഡി ഷെയിമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഉപേക്ഷിച്ചതാണ് കേട്ടോ. 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ്. അതോടുകൂടി ഞാൻ പലവരുടെയും മേടത്തിയമ്മ, മേമ, ചേച്ചി അങ്ങനെയൊക്കെയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നേക്കാളും വയസ്സുള്ള ഒത്തിരി പേര് എന്നെ വിളിക്കണത് ചേച്ചി, എഴുത്തിയമ്മ, മേമ അങ്ങനെയൊക്കെയാണ്. സ്ഥാനം കൊണ്ട് ഞാനാണ് മുതിർന്നത് അക്കാരണം കൊണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറിക്കൂടി ഞാൻ വലിയൊരാളാണ്, പക്വതയും എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ സ്ഥാനം കൊണ്ടുമൊക്കെ. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാളിങ്ങനെ മിഡിയൊക്കെ ഇട്ട് നടക്കുക, പട്ടുപാവാടയൊക്കെ ഇട്ട് നടക്കുക, ധാവണിയൊക്കെ എടുക്കുക, അതൊക്കെ ഒരു തെറ്റാണ് എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരമ്മ, ചേച്ചി, എഴുത്തിയമ്മ, മേമ എന്നുള്ള ഒരു ഉയർന്ന സ്ഥാനം ഞാൻ എനിക്ക് കൊടുത്തു. ഇപ്പോൾ എന്നേക്കാൾ ഏജുള്ളവരോട് വരെ എനിക്കൊരു ഇതാണ് എന്ന് വെച്ചാൽ ഒരു അനിയന്മാരെ പോലെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഓക്കെയാണ് എന്നും വിചാരിച്ച് എൻ്റെ ലൈഫിലുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ, നല്ലൊരു ഏജിലിടേണ്ട യാതൊരു ഡ്രസ്സും ഞാൻ ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു നല്ല മിഡി, അതുപോലെ എനിക്ക് സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ ഇടുമ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നോക്കി ഞാനിനി ജീവിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് മാച്ചല്ലെങ്കിലും എനിക്കിഷ്ടം തോന്നിയ വസ്ത്രം ഞാൻ ധരിക്കും. അപ്പോൾ അതിന് കാരണമായത് ഈ ഒരു സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ തന്നെയാണ് കേട്ടോ. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അയ്യോ, സംസാരിച്ച് കാട് കയറിപ്പോയല്ലേ, വ്ളോഗ് പോയതൊന്നും അറിഞ്ഞില്ല. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കേൾക്കാനും നമ്മൾ പറയുന്നത് എന്താ അറിയാനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പില്ലാണ്ട് സംസാരിച്ച് പോകും. അപ്പോൾ എനിക്കങ്ങനെ സംസാരിക്കാനായിട്ട് ഇപ്പോൾ നിലവിലുള്ളത് എൻ്റെ ഈ യൂട്യൂബിലെ ചാനൽ മാത്രമാണ് കേട്ടോ. എൻ്റെ അച്ചൂട്ടനുണ്ടല്ലോ പനിച്ചൂതി കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുട്ടിയുടെ കഷ്ടകാലം എന്ന് പറയാലോ, ഒരു പല്ലും ആടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്തിരിയൊക്കെ ആടുന്നല്ലെങ്കിൽ അതിലേക്ക് മൈൻഡ് ആക്കേണ്ടിരുന്നില്ല, പക്ഷെ ഇത് നല്ലോണം ആടി കളിക്കുക, അത് പറയ്ക്കാണ്ട് പറ്റൂല. അപ്പം എൻ്റെ കുട്ടിക്ക് പനിയുടെ ബുദ്ധിമുട്ട്, തലവേദന, അതിൻ്റെ ഇടയ്ക്ക് പല്ല് പറക്കൽ, മൊത്തത്തിൽ വാശപ്പശക്ക് പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. പല്ലൊക്കെ പറിച്ചിട്ട് ആള് വീണ്ടും കൊലായിട്ട് പോയി കടന്നിട്ടുണ്ട്. നമ്മൾ ചോറിനുണ്ടാക്കാൻ പോണ രണ്ടാമത്തെ കറി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചേനത്തണ്ടും വെള്ളപ്പയർ ഉപ്പേരിയാണ്. അപ്പോൾ ഞാൻ വെള്ളപ്പയർ ആദ്യം നല്ലോണം വറുത്തിട്ട് അത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വറുത്ത വെള്ളപ്പയറും ചേനത്തണ്ടും കൂടെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വറുത്ത വെള്ളപ്പയറിൽ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട്, ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പ് ലാസ്റ്റ് ഇടുള്ളൂ, കീറിയിട്ടിട്ട് അത് ഞാനൊരു 6 വിസിലെങ്ങാനും വെച്ചു. അപ്പോഴാണ് അത് വെന്ത് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് വറുത്ത് അപ്പം തന്നെ നമ്മൾ വേവിക്കുകയല്ലേ. അങ്ങനെ വെന്ത് വാങ്ങിച്ച ആ ഒരു വെള്ളപ്പയറിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചേനത്തണ്ട് ഉണ്ടല്ലോ, ചേനത്തണ്ട് ഇത്തിരി മൂത്തതാണ്. ഞാൻ ഓണത്തിന് വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ തന്നു വിട്ടതാണ്. അത് അങ്ങനെ കവർ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഒരു കേടും വന്നിട്ടില്ല. പക്ഷെ മൂത്തതാവുന്നത് കൊണ്ട് തന്നെ ചേനത്തണ്ട് അതിലോട്ട് അങ്ങോട്ട് അലിയില്ല. ഇളയ തണ്ടാണെങ്കിൽ ചേനത്തണ്ടിനെ ഒന്നും നമുക്ക് കടിക്കാൻ കിട്ടുക പോലും ഇല്ല. അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ചേനത്തണ്ടും വെള്ളപ്പയറും ചേനത്തണ്ടും മുതിരയും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഏട്ടന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഉപ്പേരി ഐറ്റംസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആ ചേനത്തണ്ട് ഇട്ടിട്ട് ഒറ്റ വിസിലാണ് വെക്കാമെന്ന് ഉദ്ദേശിച്ചത്. സാധാരണ ഇളയ തണ്ടാകുമ്പോൾ ഒറ്റ വിസിലേ വെക്കാൻ പറ്റുള്ളൂ, അപ്പോൾ കറക്റ്റ് വേവാവും, എന്നാൽ തന്നെ ഉടയും. ഇത് പക്ഷേ ഇത്തിരി മൂത്ത തണ്ടാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ 2 വിസിൽ വെക്കായിരുന്നു. ഞാൻ പക്ഷെ വെച്ചില്ല, ഒറ്റ വിസിലേ വെച്ചുള്ളൂ, പേടിച്ചിട്ട് ഇത് അങ്ങോട്ട് ഉടങ്ങി പോയാലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ വേവ് കറക്റ്റ് ആയില്ല. ഞാൻ പിന്നെ പുറത്ത് ഇത്തിരി നേരം കൂടെ വേവിച്ചാണ് ഉപ്പേരി കൂട്ടിയെടുത്തത്. നമ്മൾ കറി ഉണ്ടാക്കാൻ പോണത് എന്താ പറയുക, തൈര് കൊണ്ട് പച്ചടി ഉണ്ടാക്കൂലേ, അതുമാതിരി വെള്ളരിക്കയോ പൈനാപ്പിളോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. വെറുതെ തേങ്ങയും കടുകും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരച്ചിട്ട് അതിലോട്ട് തൈര് അടിച്ച് പാര്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു തൈര് പച്ചടി എന്നൊക്കെ പറയാം അല്ലേ, അങ്ങനെ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ പിൻകുട്ടിക്കും അതുപോലെ എൻ്റെ അച്ചൂട്ടിക്കും ഓരോ മുട്ട ഓംപ്ലേറ്റും സെറ്റാക്കാമെന്ന് കരുതി. ഓർക്ക് എന്തായാലും വെള്ള ചേനത്തണ്ട് വെള്ളപ്പയർ ഉപ്പേരിയും തൈര് കൂട്ടാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ ഏട്ടൻ കഴിക്കാൻ വരും. ആദ്യം പിന്നെ ഇനി വൈകിട്ടല്ലേ വരുള്ളൂ. അവൻ ഉച്ചരിങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പൊറോട്ടയല്ലേ കഴിച്ചിട്ടുണ്ടാവുക, വന്ന് നോക്ക് ചിലപ്പോൾ ഇത്തിരി ചോറ് കഴിക്കും. അവനിങ്ങനെ ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവനെ ഉപ്പേരി കൂട്ടി കഴിച്ചോളും.
അതുപോലെ നമ്മുടെ ചാനലിലുള്ള സ്ഥിരം വ്ളോഗുകൾ സ്ഥിരമായിട്ട് കാണുന്ന ഇത്തിരി ഫ്രണ്ട്സൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോൾ വീഡിയോ ഇട്ടാലും അവരത് കണ്ട് നമുക്ക് കമൻറ്റ് തന്നിട്ടും ലൈക്ക് തന്നിട്ടും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയുള്ള എൻ്റെ സ്ഥിരം ഫ്രണ്ട്സിന് ഒത്തിരി സ്നേഹത്തോടെ 1000 നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ടും അതുപോലെ ചാനൽ സബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ സബ് ചെയ്തിട്ടും കൂടി ഒന്ന് കൂടെ കൂട്ടി സഹായിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മളെ ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയിട്ടോ ഞാൻ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകെ ചിലപ്പോൾ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ പറയാൻ അങ്ങോട്ട് വീഴും. അപ്പം ഞാൻ പറയാത്ത കാരണം കൊണ്ട് നിങ്ങളേത് സപ്പോർട്ട് എൻ്റെ അടുത്ത് മിസ്സാവരുതല്ലോ. സപ്പോർട്ട് ചെയ്യണമെന്നല്ലോ, അവരെങ്ങനെയായാലും സപ്പോർട്ട് ചെയ്യുമ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇത്തവണത്തെ ഓണത്തിനെ നമ്മൾ പ്രത്യേകിച്ച് ട്രിപ്പൊന്നും പോയില്ലല്ലോ, എവിടെയും പോയില്ല, അമ്പലത്തിലും കൂടെ പോയില്ല എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. ഏട്ടൻ മാത്രം ട്രിപ്പ് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏതം തീർക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്നൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോവാ. ഇപ്പോൾ ആണെങ്കിൽ നല്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങിയല്ലേ. പക്ഷെ എന്താ ചെയ്യുക, അപ്പോഴത്തേക്കുമാണ് എൻ്റെ കൊച്ചുണ്ട്രാപ്പിക്ക് ഈ ഒരു പനിയും വയ്യായും പിടിച്ചത്. പിന്നെ AC ഒക്കെ ഉള്ള തിയേറ്ററിൽ എങ്ങനെ പോയിരിക്കാനാണ്. അപ്പോൾ എൻ്റെ ഉണ്ണിയുടെ പനിയൊക്കെ മാറുകയാണെങ്കിൽ പോവാം. അപ്പോഴത്തേക്കും നല്ല നല്ല സിനിമകളൊക്കെ വന്ന് പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ. അച്ചൂട്ടൻ പറയുന്നുണ്ട്, ഞാൻ തണുക്കുന്നതിനുള്ള കുപ്പായൊക്കെ ഇട്ടിട്ട് തിയേറ്ററിൽ ഇരുന്നോളാം അമ്മേ, നമുക്ക് സിനിമയ്ക്ക് പോവുക, ഈ നശിച്ച പനി കാരണം സിനിമയും പോയില്ല എന്നൊക്കെ അവൻ ഇങ്ങനെ കശപിശാ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സിനിമയ്ക്കൊന്നും പോയില്ലേലും തരക്കേടില്ല, എൻ്റെ അച്ചൂട്ടൻ്റെ പനിയൊന്ന് പെട്ടെന്ന് മാറിക്കിട്ടിയാൽ മതി. ഇപ്പോൾ കുറേ ആയിട്ടേ അവനിങ്ങനെ ഇടവിട്ട് പനി വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് മാറണുണ്ട് കേട്ടോ. പാരസിറ്റമോൾ കൊടുത്താൽ തന്നെ പനി വിടും. ചിലപ്പോൾ ഒന്നും ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ ഇത്തവണ ഭയങ്കര കാഠിന്യമായി, വല്ലാത്ത ഗുളിക കൊടുത്താലും വിടാത്തൊരു കട്ടിക്കാഠിന്യമുള്ള പനി. അച്ചൂട്ടന് പക്ഷേ ഉണ്ടല്ലോ, എന്തുമാത്രം വെയ്യെങ്കിലും ഒരിത്തിരി വെയിച്ചാൽ അവനപ്പോൾ ചാടിക്കളിച്ച് ഉഷാറായി നടക്കും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് സമാധാനമല്ലേ, കഴിക്കാൻ കൊടുത്താൽ അവന് വേണ്ടത് കഴിക്കുകയും ചെയ്യും. പിന്നെ ഇത്തിരി നേരം കിടത്തി ഉറക്കിയാൽ ഉറങ്ങും. ഞാനൊന്ന് അടുത്ത് കിടന്നാൽ മതി, പിന്നെ ആ ഒരു 1/4 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അത് കഴിഞ്ഞാൽ എണീറ്റ് തുള്ളിച്ചാടും ചെയ്യും. നേരെ മറിച്ച് എൻ്റെ വലിയവനെങ്ങാനോ വയ്യായ വന്നെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ അമ്മേ വയ്യായേന്നും പറഞ്ഞിട്ട് എനിക്ക് യാതൊരുവിധ സമാധാനം തരൂല കേട്ടോ. ഏത് നേരം എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ്. രണ്ട് തരാണ് കേട്ടോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം ആദ്യം പോലെയാണ് ഞാൻ കേട്ടോ. വയ്യച്ചാലൊക്കെ എപ്പോഴും ഒരാളുടെ കെയർ വേണം, ഒരാളെ വിളിച്ചും കൊണ്ടേ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഏട്ടനെയും മക്കളെയും തന്നെ, വേറെ ആരുമില്ല. പിന്നെ എൻ്റെ അമ്മയെ വിളിക്കും, ചേച്ചിയെ വിളിക്കും, എനിക്ക് വയ്യായേ, എനിക്ക് അങ്ങനെയാ ഇങ്ങനെയാ ഒക്കെ പറയും. അപ്പോൾ ഫോണിൽ കൂടെ അവരുടെ കെയർ കിട്ടാൻ. അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ. ഓണവിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്ന മാതിരിയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വന്നേക്കാണ്. ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്. പക്ഷെ നമ്മളെ അച്ചൂട്ടൻ സ്കൂളിൽ പോയിട്ടില്ല. അച്ചൂട്ടന് പനിയായിരുന്നു. പനി നല്ലോണം അങ്ങ് മാറി. എനിക്ക് മനസ്സിലായി. വെറും ആന കള്ളനാണ് കേട്ടോ. പനിക്കിന് ആരെങ്കിലും പുളിസ കൂട്ടിയിട്ട് കൊണ്ട് കഴിക്കുക. ഇതിന്റെ ഒരു പൊട്ടേ കൊടുക്കുള്ളൂ, മുഴുക്കൊന്നും കൊടുക്കില്ല. അവനെ ഒന്നുമില്ലെങ്കിൽ കഴിക്കില്ല. എന്നിപ്പോ ഇവിടെ ചെന്നൈ വെള്ളപ്പയർ ഉപ്പേരിയൊക്കെ അല്ലേ, അതൊന്നും മൂപ്പേർക്ക് പറ്റൂല. അപ്പം ഞാൻ ഉണ്ടാക്കിയ പുളിസയുടെ ഭാഗം കൂട്ടിയിട്ടാണ് ഞാൻ അവന് ചോറ് കൊടുത്തത് കേട്ടോ. അവൻ ഇത്തിരി ചോറൊക്കെ കൊണ്ട് ഗുളികയൊക്കെ കുടിച്ച് കൊലായത്ത് സെറ്റിയിൽ ഇത്തിരി നേരം ഞാൻ നിർബന്ധിച്ച് കടത്തിയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ഉപ്പേരിയും പുളിയഞ്ചിയും അതുപോലെ മോരുകറിയും ഒക്കെ കൂട്ടി നല്ല ഒരു കിണ്ണം ചോറാട് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും വലിയൊരു ടാറ്റ ബൈ ബൈ.